കോവിഡ്-19 മഹാമാരിക്ക് 5 വർഷത്തിനു ശേഷം ചൈനയെ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് കീഴടക്കിയിരിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്ത്. വൈറസ് അതിവേഗം പടരുന്നതായിട്ടാണ് സോഷ്യൽ മീഡിയകളിലെ പോസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. ചൈനയിലെ ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞുവെന്നും കോവിഡിനോട് സമാനമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ചൈനയിലുള്ളതെന്നും ഈ പോസ്റ്റുകൾ അവകാശപ്പെടുന്നു. കോവിഡിനോട് ഏറെ സമാനതകളുള്ള ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസിന് പ്രത്യേക ആന്റിവൈറൽ ചികിത്സയോ വാക്സിനോ ഇല്ല എന്നുള്ളതാണ് വിഷയത്തിന്റെ ഗൗരവം കൂട്ടുന്നത്. രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിലും സങ്കീർണതകൾ തടയുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് രോഗബാധിതർക്കുള്ള ചികിത്സ നൽകുക മാത്രമാണ് ഏക വഴി. ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു വൈറസാണ് HMPV. എല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികളെയും വൈറസിന് കീഴ്പ്പെടുത്താൻ കഴിയും. കൊച്ചുകുട്ടികൾ, പ്രായമായവർ തുടങ്ങി ഉയർന്ന രോഗപ്രതിരോധ ശേഷി ഉള്ളവർക്ക് പോലും HMPVയിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കഴിഞ്ഞെന്ന് വരില്ല. 2001 HMPV വൈറസ് ആദ്യമായി കണ്ടെത്തിയത്. മറ്റ് ശ്വാസകോശ സംബന്ധമായ അണുബാധകളെപ്പോലെ തന്നെ ചുമ, പനി, ജലദോഷം, ശ്വാസതടസ്സം എന്നിവയാണ് HMPVയുടെയും സാധാരണ ലക്ഷണങ്ങൾ. എന്നാൽ അതിതീവ്രമായ കേസുകളിൽ മാത്രം വൈറസ് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള സങ്കീർണതകളിലേക്ക് വഴിമാറും. HMPVയുടെ ഇൻക്യുബേഷൻ കാലയളവ് സാധാരണയായി 3 മുതൽ 6 ദിവസം വരെയാണ്. എങ്കിലും അണുബാധയുടെ തീവ്രതയനുസരിച്ച് രോഗലക്ഷണങ്ങൾ വ്യത്യസ്ത കാലയളവിലേക്ക് നീണ്ടു നിൽക്കുമെന്നു മാത്രം. കോവിഡ് പകരുന്നതിനോട് സമാനമായി തന്നെ ചുമ, തുമ്മൽ എന്നിവയിൽ നിന്നുള്ള സ്രവങ്ങൾ വഴി HMPV ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറാൻ സാധിക്കും. അതുപോലെ രോഗിയുമായുള്ള അടുത്ത സമ്പർക്കം മലിനമായ പ്രതലങ്ങളിൽ സ്പർശിക്കുകയും തുടർന്ന് വായിലോ മൂക്കിലോ കണ്ണിലോ തൊടുക തുടങ്ങിയ സാഹചര്യങ്ങളും വൈറസിന് ഗുണം ചെയ്യും.